الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كالتي حيلتي أدركني يا رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب شبيهك بدر الليل بل أنت أنبر ووجهك من ماء الملاحات أزهر وثلثك كافور وربعك أنبر وخمسك ياقوت والباقي كجوهر ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധവും പരിപാവനവുമായ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം വരെയും നാം ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമായ ജീവിതം, പാപരഹിതമായ ജീവിതം കാഴ്ചവെച്ച് അവസാനമിൽ ലോകത്തോട് യാത്ര പറയുമ്പോൾ പരിശുദ്ധമായ കലിമത്തു ഷഹാദ ഉറക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഒതുവോടുകൂടി പുഞ്ചിരിയോടുകൂടി അള്ളാഹുവിന്റെ നിക്കാഹിനെ കണ്ട് സന്തോഷിച്ചു മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഖമില്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകൾ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, വീടുകളിൽ വിശ്രമിക്കുന്നവർ, പള്ളിയുമായി ബന്ധപ്പെട്ട് വരാതിരിക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും അള്ളാഹു ആജിലായ പരിപൂർണമായ ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു അവരെയും നമ്മളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉറ്റവർ, ഉടയവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാര്, സഹോദരിമാര്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെയൊക്കെ ഭാര്യമാര്, ഉമ്മമാര്, ഉപ്പമാര്, അങ്ങനെ ഒരുപാട് ആളുകൾ, വിശിഷ്യ നമ്മുടെ ആലഞ്ചേരി മുസ്ലിം ജമാഅത്തിന്റെ ശ്മശാനത്തിനും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ കയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രകൃതിയുടെ സ്വാഭാവികമായ രണ്ട് പ്രതിഭാസങ്ങളാണ് രാവും പകലും. ഒന്ന് ഇരുട്ടാണ്, മറ്റേത് വെളിച്ചമാണ്. അപ്പോൾ ഈ പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള രണ്ട് മാറ്റങ്ങൾ 24 മണിക്കൂർ ആണ്. അത് രാവും പകലും ചേർന്ന 24 മണിക്കൂറാണ് ഒരു ദിവസമായി പോകുന്നത്. അപ്പോൾ ഈ രാവും പകലും സ്വാഭാവികമായി അത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്.
റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയാണ് അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് രാവും പകലുമായിട്ടാണ്. ചിലപ്പോൾ രണ്ടും തുല്യമായിട്ട് വരും, ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു വരും, ഒന്ന് കൂടി വരും. പകല് ചിലപ്പോൾ കുറഞ്ഞു വരും, ചിലപ്പോൾ രാവ് കൂടി വരും. എങ്ങനെയായാലും ഈ രണ്ട് പ്രതിഭാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംവിധാനമാണ്. ഇതിനെ അല്ലാഹു പടച്ചത് മുതൽ ഈ സമയം വരെയും അത് അതിൻ്റെ ഭരണപഥത്തിലൂടെ അതിങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെ രാവും പകലുമാകുന്നു, പകല് രാവാകുന്നു. ഇങ്ങനെ എല്ലാം അല്ലാഹു സംവിധാനിച്ചതുപോലെ നടക്കുന്നു. അതിലുമുണ്ടാകും ഒരു ദിവസം ഒരു നാശം, അത് യൗമുൽ ഖിയാമയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന സൃഷ്ടികളിൽ എല്ലാത്തിനുമുണ്ട് ഒരു നാശം. അത് മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാത്തിനും ഒരു അവസാനമുണ്ടാകും. അപ്പോൾ അതുവരെ അള്ളാഹുവിന്റെ സംവിധാനിച്ചിരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് മനുഷ്യർ ഗുണത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഈ രാവും പകലും അള്ളാഹു നിശ്ചയിച്ച ദിവസം വരെ അതിങ്ങനെ മുടക്കമില്ലാതെ അത് അള്ളാഹുവിന് അനുസരണ ചെയ്തുകൊണ്ട് അതിങ്ങനെ നീങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ള രണ്ട് മാറ്റങ്ങളാണ്. സ്വാഭാവികമായിട്ടുള്ള രണ്ട് മാറ്റങ്ങളാണ് ഈ ഇരുട്ടും വെളിച്ചവും. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിലും ഇരുളും വെളിച്ചവും ഉണ്ടാകും. മനുഷ്യരാകുന്ന നമുക്കൊക്കെ ഇതുപോലെ ഇരുളും വെളിച്ചവും ഉണ്ടാകും. വെളിച്ചം മനുഷ്യനുണ്ടാകുന്നത് എപ്പോഴാണ്? അത് അവന്റെ സമ്പത്തിൽ, അവന്റെ മക്കളിൽ, ആരോഗ്യത്തിൽ, ജോലിയിൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് സന്തോഷം. ഇത് മനുഷ്യന്റെ വെളിച്ചമാണ്. ഇത് അല്ലാഹു തആല നമുക്ക് നൽകിയ വെളിച്ചങ്ങളാണ്. മക്കളെ കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ മക്കളെല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അപ്പോൾ മക്കളെ കൊണ്ട് ഇങ്ങനെ സന്തോഷിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് വെളിച്ചമാണ്. സമ്പത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ അത് നമുക്ക് വെളിച്ചമാണ്. അതുപോലെ തൊഴിൽ കൊണ്ട്, ജോലി കൊണ്ട്, പാർപ്പിടങ്ങൾ കൊണ്ട്, ഇങ്ങനെ ആരോഗ്യം കൊണ്ട് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അല്ലാഹു നൽകിയ വെളിച്ചമാണ്. നേരെ മറിച്ച് ഇരുള് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലാഹു നൽകിയത് മക്കള് മോശമായി നമുക്ക് നൽകിയ ഇരുളാണ്. നമുക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ടില്ല, ആരോഗ്യം അല്ലാഹു നൽകിയിട്ടില്ല, രോഗം അല്ലാഹു തന്നു, ജോലിയില്, തൊഴിലില് തിരിച്ചടികൾ, ഇരുട്ടടികൾ, ഇങ്ങനെ നമ്മുടെ മേഖലകളിലൊക്കെ നമുക്ക് നാശങ്ങൾ, നഷ്ടങ്ങൾ, നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ, നമുക്ക് രോഗങ്ങൾ, ഇങ്ങനെയെല്ലാം ഇതും ഇരുട്ടാണ്, മനുഷ്യന്റെ ഇരുട്ടാണ്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് മേഖലകൾ, ഒന്ന് ഇരുട്ടും രണ്ട് വെളിച്ചവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും അല്ലാഹു ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് തുല്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് സന്തോഷവുമുണ്ട്, സന്തോഷവുമുണ്ട്, അതുപോലെ വിഷമങ്ങളും ഉണ്ടാവും. ചിലർക്ക് സന്തോഷമുള്ളവർ മാത്രമായി അല്ലാഹു ആരെയും പഠിച്ചിട്ടില്ല. ചിലർക്ക് അല്ലാഹു ദുഃഖങ്ങൾ കൊടുക്കും. സുബഹി നമസ്കരിച്ചിട്ട് വരുന്ന സഹോദരൻ, 5 നേരം പള്ളിയിൽ പോയിട്ട് വരുന്നവൻ, അവൻ നോക്കുമ്പോൾ അവന്റെ വീടുകളിൽ വലിയ പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്, സാമ്പത്തികമായി വളരെ നാശത്തിലാണ്. നേരെ മറിച്ച് പള്ളിയുമായി ബന്ധപ്പെടാത്ത ഒരു സഹോദരന് നല്ല റാഹത്തായ ജീവിതം. ഇത് കണ്ടിട്ട് നമ്മൾ ചിന്തിക്കും, അല്ലാഹുവേ, ഞാൻ എന്തിനു നിസ്കരിക്കുന്നത്, ഞാൻ എന്തിനാ നിന്നെ വിളിക്കുന്നത്? ഇതെല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. നമ്മൾ എന്തിനേറെ പറയണം? ഈ മഖ്ലൂക്കുകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ആരാണ്? അല്ലാഹുവിന്റെ അംബിയാ മുർസലുകളാണ്. ആരാണ്? 1,24,000 അംബിയാ മുർസലുകളെ അല്ലാഹു പടച്ചു. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ 313 മുർസലുകളെ അല്ലാഹു സൃഷ്ടിച്ചു. അവരിലും ഏറ്റവും ശ്രേഷ്ഠരായവര് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ 25 പ്രവാചകന്മാർ. അവരിലും ഏറ്റവും ശ്രേഷ്ഠമായവർ 5 ഉലുൽ അസ്മുകൾ. അവരിലും ഏറ്റവും ശ്രേഷ്ഠനായ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മനുഷ്യകുലത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ജീവിതം ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ എത്ര മഹത്വമുള്ളതാണ്.
എത്രയോ വലിയതാണ്. അള്ളാഹുവിന്റെ പറപ്പുകളിൽ ഏറ്റവും വലിയവരായി എന്ന് പറയുന്ന ഏറ്റവും വലിയവരാകുന്ന പ്രവാചകന്മാരുടെ ജീവിതം തന്നെ വലിയ കഷ്ടത്തിലായിരുന്നു. കണ്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ജനിച്ച മണ്ണിലും മക്കയില്, ആ മക്കയിൽ ജനിച്ച അള്ളാഹുവിന്റെ ഹബീബ്, വലിയ ഗോത്രത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബ്, വലിയ വംശത്തിൽപ്പെട്ട വലിയ ഉന്നത ഗുണജാത്രനായ മുഹമ്മദ് നബി തങ്ങളെ 3 വർഷം വരെ ഖുറൈശികൾ നേതാക്കന്മാര് ആളുകള് ശിഅബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവില് ഉപരോധം ഏർപ്പെടുത്തി നബി തങ്ങളെ അവിടെയാക്കി. ശിഅബ് അബീ താലിബ് എന്ന് പറയുമ്പോൾ ആ മക്കയിൽ പോയവർക്കറിയാം, കൊട്ടാരത്തിന്റെ അപ്പുറം കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ വീടാകുന്ന അതിന്റെ അപ്പുറം കാണുന്ന മലഞ്ചെരിവാണ് ശിഅബ് അബീ താലിബ്. അവിടെ 3 വർഷക്കാലം നബി തങ്ങള് അതികാഠിന്യമായ പരീക്ഷണത്തിലായിരുന്നു. കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല. എൻ്റെ ഏറെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അവര് വെള്ളമായി ഉപയോഗിക്കുന്നത് ഇലകൾ പിഴിഞ്ഞാണ് തൊണ്ട നനയ്ക്കുന്നത് എന്ന് പറയുമ്പോ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹീതനായ മുഹമ്മദ് നബി തങ്ങളുടെ ജീവിതം തന്നെ അങ്ങനെയാണെങ്കിൽ ശിഅബ് അബീ താലിബിൽ വലിയ കഷ്ടപ്പെട്ട് 3 വർഷക്കാലം നബി തങ്ങൾ ജീവിച്ചത് അവിടുത്തെ ഇലകൾ പിഴിഞ്ഞ് തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ടല്ലയോ? ഇതുപോലെ തന്നെയല്ലേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ആളുകൾ വന്നല്ലോ. ആ നബി തങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഈസാ നബി അലൈഹി സ്വലാം ബൈബിൾ സുവിശേഷങ്ങൾ നോക്കിയാൽ കുറച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കാട്ടി വളരെ വിശാലമായി പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇന്ന് കാണുന്ന ബൈബിളിൽ കാണുന്നത് പോലെയല്ല. ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ. ഇരിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ, അതേപോലെ അല്ലാഹുവിന്റെ ഖലീലാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം എത്രമാത്രം വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ ലോകത്ത് സംഭവിച്ചത്. സക്കരിയ നബി അലൈഹി സ്വലാമിനെ ശത്രുക്കള് രണ്ട് കീറായി വെട്ടിക്കൊന്നില്ലയോ? അല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശത്രുക്കളുമായി ഓടുന്ന സമയത്ത് ഒരു മരത്തിൽ കയറുകയും ആ മരം അവർ ഈ ഈറവാളുകൊണ്ട് നേരെ ഇങ്ങനെ അറുത്തു മഹാനവർ 2 കഷ്ണങ്ങളാക്കി എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ ആ മഹാന്മാരുടെ ജീവിതം തന്നെ നോക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണ്. യൂനുസ് നബി അലൈഹി സ്വലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞില്ലയോ? അങ്ങനെ മത്സ്യത്തിന്റെ വായിലാകുന്ന കഥകൾ നമുക്ക് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇങ്ങനെ മഹാന്മാരാകുന്ന പ്രവാചകന്മാർക്ക് പോലും ഈ ദുനിയാവിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്രമാത്രം വലുതായിരുന്നു. ഇപ്പൊ നമുക്ക് അല്ലാഹു അങ്ങനെയുള്ള പ്രയാസങ്ങൾ തന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, കാന യമറു ബിആലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിലാലു സുമ്മ ഹിലാലു ലാ യൂഖിദു ഫീ ബുയൂതിഹിന്ന ശൈഉം മിനന്നാർ. മഹാനായ സ്വഹാബി പറയാണ്, അഹ്മദ് റിപ്പോർട്ട് ഹദീസ് എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബജീവിതം എത്രമാത്രം കഷ്ടപ്പാടായിരുന്നു. കാന യമറു ബിആലി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുമായിരുന്നു. എങ്ങനെയാണ്? സുമ്മ ഹിലാലും തുടരെയായി എന്താ? ലാ യൂഖദു ഫീ ബുയൂതിഹിന്ന ശൈഉം മിനന്നാർ, അവിടുത്തെ വീടുകളിൽ അടുപ്പുകൾ പുകഞ്ഞിട്ടില്ല. ദിവസങ്ങളും ആഴ്ചകളുമായി അടുപ്പുകൾ പൊയ്യാത്ത ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്. അതാ പറഞ്ഞ ഫീ ബുയൂതിഹിന്ന ശൈഉം മിനന്നാർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടുകളിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അവിടുത്തെ വീടുകളിൽ തീ പുകഞ്ഞിട്ടില്ല. അപ്പോൾ മഹാന്മാർ ചോദിക്കുന്നു, കാനൂ യഈശൂന യാ അബാ ഹുറൈറ, ഓ
അബൂ ഹുറൈറ, എങ്ങനെയാണ് നബിതങ്ങളും കുടുംബവും ജീവിച്ചത്? എങ്ങനെയാണ്? യാ അബാ ഹുറൈറ, കാനൂ യഈശൂന, അല്ലാഹുവിന്റെ റസൂലും കുടുംബവും എങ്ങനെയാണ് ജീവിച്ചതെന്ന് ചോദിക്കുമ്പോ കാല, അദ്ദേഹം പറഞ്ഞാൽ അൽ അസ്വദാനി അതമറു വൽ മാ, അതേ പച്ചവെള്ളവും കാരക്കകളും കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബും കുടുംബവും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ജീവിച്ചു പോയത്. നമ്മളെപ്പോലെ ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഒരു ദിവസം മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ ആ മഹദിയുടെ അടുക്കലേക്ക് സ്പോഞ്ച്, അതേ നല്ല സ്പോഞ്ച് പോലെ ഒരു ചെറിയ ഹുബസ് കിട്ടിയപ്പോ, പതുപതുപ്പുള്ള ഒരു ഹുബസ് കിട്ടിയപ്പോ മഹദി അവരുകൾ അതാ കരയുകയാണ്. കണ്ണിൽ നിന്നും അതാ കണ്ണുനീര് വന്നപ്പോ അതേ കൂട്ടുകാരികൾ ചോദിക്കുന്നു, യാ ഉമ്മ, യാ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, യാ അബ്കി യാ ആയിഷ, എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, ഓ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി തങ്ങൾക്ക് ഇതുപോലെ സോഫ്റ്റായ ഒരു പത്രിയോ ഒരു ഹുബുസോ കിട്ടിയിട്ടില്ല. നബിതങ്ങൾ ജീവിതത്തിൽ പരിപരിപ്പുള്ള, നമുക്ക് നല്ല സ്പോഞ്ചുള്ള പലഹാരങ്ങൾ വേണം അല്ലേ? എന്റെ ഹബീബ നബിതങ്ങള് ഇങ്ങനെ പരിപരുത്ത ഒരു ചപ്പാത്തി കഴിച്ചിട്ടില്ല. അതോർത്തിട്ട് എനിക്ക് വിഷമം വന്നു, അതുകൊണ്ടാണ് കരഞ്ഞതെന്ന് പറയുന്ന മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതം എത്ര മഹത്വമുള്ള ജീവിതമായിരുന്നു. അവിടുത്തെ വീടുകളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നാം അല്ലാഹുവിന് വേണ്ടി നന്ദി ചെയ്യുന്നുണ്ടോ? മക്കളെ കൊണ്ട് നമുക്ക് അൽഹംദുലില്ലാഹ് റാഹത്താണ്. അല്ലാഹു നമുക്ക് പാർപ്പിടം നൽകിയിട്ടുണ്ട്, നല്ല വാഹനം അല്ലാഹു നൽകിയിട്ടുണ്ട്, നമുക്ക് അല്ലാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട്, നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് അല്ലാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് പോരാ എന്ന് വാദിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണെങ്കിൽ നമുക്ക് ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മെ കുറിച്ച് ഉടമസ്ഥനായ റബ്ബിന്റെ തീരുമാനങ്ങൾ എന്താണ്? എന്തെല്ലാം നമുക്ക് കിട്ടിയാലും അല്ലാഹു നമുക്ക് തക്ലീറാക്കിയിട്ടല്ലാതെ ഒന്നും തന്നെ കിട്ടുകയില്ല. എന്ത് വിഷമം വന്നാലും ഉടമസ്ഥനായ റബ്ബ് ആ അല്ലാഹുവിന്റെ ഖളാണ്. നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ എല്ലാ സുഖവും ദുഃഖവും എല്ലാം ഖാലിഖും റാസിഖുമായ റബ്ബിന്റെ ഖളാണ്. ആ അല്ലാഹു അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. നമ്മൾ എന്തെല്ലാം ഇനി ചെയ്താലും ശരി, നമ്മൾ എന്തെല്ലാം ചിന്തിച്ചാലും എന്തൊക്കെ നേടിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതല്ലാതെ എനിക്ക് അല്ലാഹ് കിട്ടുകയില്ല. നമ്മൾ സുബഹി നമസ്കാരത്തിൽ നമ്മൾ ഖുനൂത്ത് ചൊല്ലുന്നത്, ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത തബാരക റബ്ബനാ വ തആലൈത ഫലക്കൽ ഹംദു വലാ മാ ഖളൈത വഅസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഫഇന്നക തഖ്ലി, പടച്ചവനെ, ഫഇന്നക തഖ്ലി, നീ വിധിക്കുന്നവനാണ്, നീ വിധികർത്താവാണ്. അല്ലാതെ ഇവിടുത്തെ ഭരണാധികാരികളല്ല, അതേ ആരുമല്ല. ഫഇന്നക തഖ്ലി, നീയാണ് വിധികർത്താവ്. ലാ യുഖ്ളാ അലൈക, നിന്റെ മേൽ വിധിക്കപ്പെടുന്നവനില്ല. അല്ലാഹുവിന്റെ മേൽ വിധിക്കുന്നവനില്ല, വിധിക്കപ്പെടുന്നവനില്ല. അല്ലാഹുവാണ് വിധിക്കുന്നവൻ. فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت. നീ നിസ്സാരനാക്കിയ ഒരാളെ ഉന്നതനാക്കാനും നീ ഉന്നതനാക്കിയ ഒരാളെ നിസ്സാരനാക്കാനും ഈ ലോകത്ത് ഒരാൾക്കും ഒരു കഴിവും ഇല്ല. അല്ലാഹ് ആ ഒരു വിശ്വാസം മുഅ്മിനാകുന്ന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്ത് വിഷമങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും
അതേ ഭരണകൂടങ്ങൾ നമുക്കെതിരെ വന്നാലും ഇസ്ലാമിന്റെ രീതിയിൽ നടക്കാൻ നമുക്ക് സാധിക്കാതെ വന്നാലും എന്തെല്ലാം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാലും ഇത് ഹിജാബിനെ കുറിച്ച് പറഞ്ഞാലും ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞാലും ഹലാലിനെ കുറിച്ച് പറഞ്ഞാലും എന്തിനെ കുറിച്ച് പറഞ്ഞാലും അല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല എന്നുള്ള ഈമാനികമായ ആവേശം നിന്റെ ഹൃദയത്തിലുണ്ടോ? നിനക്ക് ഇവിടെ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. നമുക്കിവിടെ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. ഇന്ന് ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് പോവുകയാണല്ലേ. ഒരു ഹിജാബിന്റെ വിഷയമാണ്. അതും ഒരു ഹിജാബ്. ആരാണ് ഹിജാബ് ഇട്ടവരെന്ന് പറയുന്നവര്? അത് കർത്താവിന്റെ മണവാട്ടികൾ എന്ന് പറയുന്നവരെങ്കില് അവർ കർത്താവിന്റെ മണവാട്ടികളാണ്, വിശുദ്ധരെങ്കില് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇസ്ലാമിന്റെ എല്ലാ സ്ത്രീകളും പരിശുദ്ധരാൻ. അതല്ലേ കുല്ലു മതാഉ ഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ. ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള എന്താണെന്നറിയുമോ? കുല്ലു മതാഇ ദുനിയാ. ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ്? അത് ഖൈറു മതാഇഹാ. വൈദൂര്യമല്ല, മരതകമല്ല, രത്നമല്ല, മാണിക്യമല്ല. എന്താണ്? സ്വാലിഹത്തായ ഒരു പെണ്ണാണ്. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് അതേ സ്ത്രീകളാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുമ്പോ, അതിന്റെ പ്രിയപ്പെട്ടവരെ, ഹിജാബിനെ പറ്റി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ പറയാം. ഹിജാബ് മതപരമാണോ? ഹിജാബിൻ മതപരമാണോ? ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇരിക്കട്ടെ, ഈ ദുനിയാവിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും പ്രയാസങ്ങൾ വന്നാലും അതെല്ലാം അത് എല്ലാം അല്ലാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം നമ്മളെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. ഈമാനിന്റെ 6 കാര്യങ്ങളാണ് നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ 1ാം ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിക്കുന്നു. UKG മുതൽ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്താണ്? ഈമാൻ കാര്യങ്ങൾ പാട്ട് രൂപത്തിൽ. അതിലൊന്നെന്താണ്? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യ, നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പ്രയാസങ്ങൾ വന്നാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഫസ്ബിറൂ വറാബിതൂ. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കണേ. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, നമ്മൾ അതിലൊന്നും തളരാൻ പാടില്ല. അങ്ങനെ തളർന്നു പോയെങ്കിൽ ഇവിടെ ദീനുണ്ടാകുമായിരുന്നു. കണ്ടില്ലേ, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് 1000ഓളം വരുന്ന ശത്രുക്കൾ എല്ലാ സന്നാഹങ്ങളുമായി വരുമ്പോ അവർക്ക് കുടിക്കാൻ മദ്യം വരെ ഉണ്ടായിരുന്നു. അവരെ ഉത്തേജിപ്പിക്കാൻ, നൃത്തം ചെയ്യാൻ, നഗ്നമായി നൃത്തം ചെയ്യാൻ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടംപോലെ ആഹാരം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതിരുന്ന ചുക്കിച്ചൊടിഞ്ഞ നോമ്പ് പിടിച്ച് വയറൊട്ടിയ മുഅ്മിനീങ്ങളാകുന്ന 313 സ്വഹാബത്തുൽ കിറാം അവർ പേടിച്ചു പോയോ? ഈ 1000ഓളം എന്ന സന്നാഹങ്ങളുമായി വരുന്ന ആളുകളെ കണ്ട് അവര് പേടിച്ചില്ല. അതാണ് ഈമാനെങ്കിൽ. അവർ ഈമാൻ. അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തില്ലയോ, അള്ളാഹുവേ പടച്ചവനെ, ഈ സമയത്ത് സത്യവും അസത്യവുമായി ഏറ്റുമുട്ടുന്ന ഈ സമയം, ധർമ്മവും അധർമ്മവുമായി ഏറ്റുമുട്ടുന്ന ഈ സമയം, അല്ലാഹ് ഈ കാണുന്ന ചെറിയ സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കാൻ ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല അല്ലാഹ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത്, അതേ നോമ്പ് പിടിച്ച് പകൽ നോമ്പ് പിടിച്ച മുഅ്മിനീങ്ങൾ, വെറും കാരക്കയും വെള്ളവും കുടിച്ച് നോമ്പ് പിടിച്ചവർ, അവര് വിജയം കരുതിയെങ്കിൽ അവരിൽ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ്? ഈമാനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഈമാൻ നമുക്കുണ്ടാകണം. നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ പിന്നെ അള്ളാഹു ഇല്ല, ഒന്നുമില്ല, പള്ളിയില്ല, ഒന്നുമില്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ അങ്ങനെ അങ്ങ് പോകും. പോരാ. അതല്ലേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ദാക തഅമു അൽ ഈമാനി മിൻ റളിയ ബില്ലാഹ്. ഒരാൾക്ക് ഈമാനിന്റെ കാര്യത്തിൽ
രുചി വന്ന ഒരു മനുഷ്യനെ ഈമാൻ രുചിച്ചാൽ, അവനിക്ക് ഈമാൻ നിറഞ്ഞു വന്നാൽ, അവന്റെ ഹൃദയത്തിൽ ഈമാൻ വന്നാൽ, മൻ റളിയ റബ്ബാ, അവൻ അല്ലാഹുവിനെ എന്റെ റബ്ബായി അവനങ്ങ് തൃപ്തിപ്പെട്ടവനാണ്. അവൻ റബ്ബിനെ തൃപ്തിപ്പെടും. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവനിക്ക് ഈമാൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതില് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം മൻ റളിയ റബ്ബാ, ഒരാള് അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ചു കഴിഞ്ഞാൽ, റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ, പരിശുദ്ധമായ മതത്തെ, ദീനിനെ, ഇസ്ലാമിനെ ദീനായി ഒരുത്തൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ, പിന്നെയോ മുഹമ്മദുൻ റസൂലാ, മുഹമ്മദ് നബിയെ റസൂലായി അംഗീകരിച്ചവരുണ്ടോ? അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ അംഗീകരിച്ച ആൺപെണ്ണുങ്ങൾ ഉണ്ടോ? സഹോദരിമാരുണ്ടോ? മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഉണ്ടോ? അവർക്ക് ഈമാൻ രുചിച്ചു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമുക്കെന്തേ നമസ്കാരമില്ലാതെ കറങ്ങി നടക്കുന്നവന് മൻ റളിയ ബില്ലാഹ്, അവൻ അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കാത്തത് കൊണ്ടാണ് എന്നല്ലേ മനസ്സിലാകുന്നത്. അതേ പരിശുദ്ധമായ ദീനിന്റെ ചുറ്റുപാടിൽ നടക്കാതെ നമ്മുടെ മക്കളെ വളർത്തുന്നെങ്കിൽ അവൻ ദീനിനെ മതമായി അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ. നമ്മുടെ മദ്രസയിൽ വരുന്ന, നമ്മുടെ സ്കൂളിൽ പോകുന്ന നമ്മുടെ മക്കളെ മുടി വെട്ടുന്നത് എങ്ങനെയാണ്? ഇന്ന് വീടുകളിൽ നിന്ന്, സ്കൂളിൽ നിന്നും അതേ വീട്ടിലേക്ക് വരുന്ന, നമ്മുടെ സ്കൂളിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ സ്കൂളിൽ നിന്നും വരുന്ന മക്കളെ കണ്ടാൽ നമുക്ക് പേടിയാകും. എന്താ? കാട്ടിൽ നിന്ന് വരുന്നവർക്ക് മുടിയൊക്കെ നീട്ടി വളർത്തി ഏതോ പേക്കോലങ്ങളായി ഇറങ്ങി വരുന്നവരെ പോലെ. ഇത് എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആരെയാണ് അംഗീകരിക്കുന്നത്? ഏതെങ്കിലും ഫുട്ബോൾ താരത്തെ അല്ലേ? അതേ ഇസ്ലാമിന് ശത്രുക്കളായി നടക്കുന്നവരെ, അവരെയാണ് തൃപ്തിപ്പെട്ട് അവിടെ രൂപസാദൃശ്യം ചെയ്ത് മുടിയും വെട്ടി വസ്ത്രവും നടത്തി നടക്കുന്ന നമ്മുടെ മക്കള് ആരെയാണ് പിൻപറ്റുന്നത്? ഏത് നബിയാണ് പിൻപറ്റുന്നത്? ഏത് മതത്തെയാണ്? മുഹമ്മദൻ റസൂലാ, മുഹമ്മദ് നബിയെ റസൂലായി അംഗീകരിച്ച ആളുകള്. അതേ സഹോദരിമാര്, നമ്മുടെ മക്കളെ ഹിജാബ് ധരിച്ചുകൊണ്ട് തലമറപ്പിച്ചുകൊണ്ട് സ്കൂളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അവരെ വിടുന്നവരാണ്. അങ്ങനെ വിടാത്ത മാതാപിതാക്കള് നാളെ കൈകടിക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടാകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കളാണ്. നമ്മുടെ ഈ കാണുന്ന സമ്പത്ത്, നമ്മളെ ഈ കാണുന്ന ബിൽഡിങ്ങുകളും, ഈ കാണുന്ന എസ്റ്റേറ്റുകളും, നമ്മളെ ഈ കാണുന്ന ബാങ്കിൽ കിടക്കുന്ന ബാലൻസുകളും ഒന്നും നമ്മുടെ സമ്പത്തല്ല. അത് മിൽക്കിയത്ത് നീങ്ങി പോകാം. അത് നമ്മൾ മരണപ്പെട്ട ആൾ അത് നമ്മുടെ മക്കളിലേക്ക് പോകും. അവരിൽ നിന്നും വേറെ ഇങ്ങോട്ടൊക്കെ പോകും. അതങ്ങനെ നീങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സാധനമാണെങ്കിൽ ആ മക്കള്, നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കളാണ്. ഒരിക്കലും നീങ്ങാത്തത്, ഒരിക്കലും അതേ മാറ്റിപ്പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കളാണ്. ആ മക്കളെ നന്നായി അവരെ പരിവർത്തനം ചെയ്യേണ്ടത് രക്ഷകർത്താക്കളാകുന്ന നമ്മുടെ കടമയാണ്. അവരെ 5 നേരം നമസ്കരിക്കാൻ പഠിപ്പിക്കലും പറഞ്ഞയക്കലും നമ്മുടെ കർത്തവ്യമാണ്. മദ്രസയിൽ പറഞ്ഞയക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അള്ളാഹുവിനെ പറ്റി, റസൂൽ നബിയെ തങ്ങളെ പറ്റി അതേ മാതാപിതാക്കൾ ആരാണെന്ന് പറയാൻ വേണ്ടി അവരെ പഠിപ്പിക്കലും പഠിക്കലും അനിവാര്യമാണ്. അതിൽ മദ്രസകളിലേക്ക് പറഞ്ഞു വിടല് അനിവാര്യമാണ്, അത്താന്താപേക്ഷികമാണ്, നിർബന്ധമുള്ള കാര്യമല്ലേ. ഇതൊന്നും ചെയ്യാൻ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയാൽ അതല്ലേ അള്ളാഹുവിനോട് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു. അന്ന മൂസ അലൈഹിസ്സലാം ഖാല റബ്ബി ദുല്ലനി, അല്ലാഹുവേ എനിക്ക് നീ അറിയിച്ചു തരണം. എന്താണ്? അല അംരി ബിഹി റിളാക, നിന്റെ തൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യം എനിക്ക് നീ അറിയിച്ചു തരണേ അല്ലാഹ്. ആരാ മൂസ നബി അലൈഹിസ്സലാം? ആരാണ് മൂസ നബി അലൈഹിസ്സലാം? ഖുർആൻ ശരീഫിൽ 136 സ്ഥലങ്ങളിൽ പ്രതിപാദിച്ച ഒരേ ഒരു പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ ഖുർആനില് 6666 114 അധ്യായങ്ങളില് 2,21,095 ഹർഫുകളിലായി അങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തില് അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ച ഒരേ ഒരു പേര്
മൂസ നബി അലൈഹി സ്വലാമിന്റെ 136 സ്ഥലങ്ങൾ. ആ മൂസ നബിയാണ് ചോദിക്കുന്നത് എന്താ? റബ്ബി ദുല്ലനീ യാ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നീ അറിയിച്ചു തരണം. എന്താണ് അറിയിച്ചു തരേണ്ടത്? അല അംരി ബിഹി റിളാക, നിന്റെ തൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണോ അതെനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് പറയാണ് ഹത്താ അമലഹു, അത് കേട്ടിട്ട് എനിക്ക് അമൽ ചെയ്യാനാ റബ്ബേ, നിന്റെ തൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യം നീ എനിക്ക് പറഞ്ഞു തരണേ റബ്ബേ, അത് കേട്ടിട്ട് എനിക്ക് അതേപോലെ അമൽ ചെയ്യാനാണെന്ന് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ അല്ലാഹു പറയാണ് ഫഖാല ഇന്ന റിളാഇ ഫി റിളാക ഫി ഖളാഇ. ഓ മൂസ നബിയേ, ഇന്ന റിളാഇ ഫി റിളാക, നിങ്ങൾക്ക് എന്റെ തൃപ്തി വേണമെങ്കിൽ, നിങ്ങൾക്ക് എന്റെ പൊരുത്തം വേണമെങ്കിൽ എന്താണ് ബി ഖളാഇ, ഞാൻ നിങ്ങൾക്ക് വിധിക്കുന്ന എന്റെ ഖളാകളെ നിങ്ങൾ തൃപ്തിപ്പെടലാണ്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പ്രയാസം വന്നാലും അതെല്ലാം എന്റെ വിധിയാണ്. അതിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എന്റെ തൃപ്തി ഉണ്ടാകും. അതാണ് അള്ളാഹുവിന്റെ ഹബീബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു അറിയിച്ചു കൊടുത്തത് എന്റെ ഖളാഇനെ നിങ്ങൾ പിൻപറ്റുക, അതിനെ മുറുകെ പിടിക്കണം. ആ ഖളാ വരുമ്പോൾ അതിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നവരാരുണ്ടോ അവർക്ക് എന്റെ തൃപ്തി കിട്ടിയവരാണ്. അപ്രകാരം തന്നെ നാം ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും ഏത് പ്രതീക്ഷയെ മുറുകെ പിടിക്കണം. ഏതാ റബ്ബ് നമുക്ക് ഇന്ന് ആഖിറത്തിന്റെ വിഷയമായാലും ശരി, നമ്മള് പ്രതീക്ഷ കൈവിടരുത്, നമ്മൾ മുറുകെ പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവ് മാത്രമാണോ? ആഖിറത്തിലേക്ക് പോകേണ്ടവരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹു എനിക്ക് നല്ലത് നൽകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകണം. നമ്മളെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറും, പ്രയാസം മാറും, രോഗം മാറും, നമ്മളെ ക്ഷീണങ്ങൾ മാറും. വീടില്ലാതെ വിഷമിക്കും, നീ കരയണ്ട, നീ പിടിക്കണ്ട, നിന്റെ ഈ വിഷമങ്ങൾ മാറും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നു? ഞങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ടല്ലോ, ഞങ്ങൾക്ക് കയറാൻ കാറുകളും വാഹനങ്ങളും ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അതേ ബാങ്കിൽ നിന്നും ഞങ്ങൾക്ക് മാസം ഞങ്ങൾക്ക് വലിക്കാൻ പണങ്ങൾ ഉണ്ടല്ലോ, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ഈ ദുനിയാവിൽ എന്ന് ചോദിക്കുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ദുനിയാവ് മാത്രമല്ലല്ലോ അല്ലാഹുവിന്റെ സൃഷ്ടിയുള്ളത്, വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ ദുനിയാവില് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് അല്ലാഹു ആഖിറം കൊടുക്കുമ്പോ അർറഹീമായ അല്ലാഹു ഈ ദുനിയാവിൽ സുഖിച്ച് വാണുപോയ ആളുകൾക്ക് ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ സംജാതമാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ ദുനിയാവിലെ ജീവിതം ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ഈ ദുനിയാവ്. അതുകൊണ്ട് അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അദ്ദുനിയാ സജ്നുൽ മുഅ്മിനീൻ, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ഈ ദുനിയാവ്. നീ ദുനിയാവാകുന്ന ഈ വയലിൽ, ഈ ദുനിയാവാകുന്ന ഈ പാടത്ത് നീ കൃഷി ചെയ്യണം. അങ്ങനെ നീ കൃഷി ചെയ്തിട്ട് നീ പോയാൽ ആഖിറത്തിൽ നിനക്ക് കൊയ്തെടുക്കാം. ശഫീഉന റസൂലുള്ളാഹി, നമുക്ക് അല്ലാഹു നൽകിയതൊന്നും നമുക്ക് ആർക്കും കൊടുക്കൂല. നമുക്ക് ഈ ദുനിയാവിൽ ഒരാളോടും ഒരു സ്നേഹവുമില്ല, നമുക്കൊരു കാരുണ്യവുമില്ല. നമ്മളെ മാതാപിതാക്കളെ നമ്മൾ നോക്കുന്നില്ല, സഹോദരങ്ങളെ നോക്കുന്നില്ല. നമുക്കറിയുമോ, നമ്മൾ സഹോദരങ്ങള് നമ്മൾ നല്ല നിലയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങള് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കൈനീട്ടി ജീവിക്കുന്ന സഹോദരങ്ങൾ ഈ നാട്ടുകളിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സമാധാനം പറയണം കേട്ടോ, അത് നമ്മൾ സമാധാനം പറയണം. അപ്പോ നമ്മൾ ആർക്കും ഒന്നും കൊടുക്കൂല, നമ്മൾ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഒന്നും ഇടുകയില്ല, നമ്മൾ അല്ലാഹുവിന്റെ പള്ളിയിലൊന്നും കൊടുക്കൂലല്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചിട്ട് പറയാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദാ യഹ്സബു അന്ന മാലഹു അഖ്ലദാ.
നിങ്ങൾ ആരെയും നിങ്ങൾ ആക്ഷേപിക്കരുത്, പരിഹസിക്കരുത്. ഒരു പെണ്ണിനെയും നിങ്ങൾ അപവാദങ്ങൾ പറയരുത്. ആരെയും നിങ്ങൾ അപവാദം പറഞ്ഞ് നിങ്ങൾ അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. എന്നിട്ട് വൈകുന്നേരമാകുന്ന സമയത്ത് അള്ളാഹു നൽകിയ ധനം, സമ്പത്ത് എണ്ണിങ്ങനെ തിട്ടപ്പെടുത്തി നിങ്ങൾ ബാങ്കുകളിലും അതേപോലെ നിങ്ങൾ സോഫകളിലും നിങ്ങളെ മേശകളിലൊക്കെ വെക്കുമ്പോ നിങ്ങൾ പറയാണ് നമ്മൾ ചിന്തിക്കും, നമ്മൾ ഭാവിക്കും ഈ കിട്ടിയ പൈസ എന്റെ അധ്വാനം കൊണ്ട് എനിക്ക് നൽകിയതാണ്, കിട്ടിയതാണ്. ഇത് കാലാകാലവും നിലനിൽക്കുമെന്നുള്ള നിങ്ങളുടെ ചിന്തയുണ്ടല്ലോ. കല്ല, അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന ഈ സമ്പത്ത് കല്ല സൗഫ യഅലമൂൻ, നിങ്ങളത് പിന്നെ നിങ്ങൾ തിരിച്ചറിയും. അതൊന്നും നമുക്ക് ശാശ്വതമല്ല. നമുക്ക് കിട്ടിയതിൽ നിന്നും നമ്മൾ കൊടുക്കണം, നമ്മൾ കാരുണ്യം ചെയ്യണം. സഹസൃഷ്ടികളോട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ കാരുണ്യം കാണിച്ചാലേ ആകാശത്തുള്ള റബ്ബ് നമ്മളോട് കാരുണ്യം കാണിക്കുകയുള്ളൂ. രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നമ്മൾ രോഗം മാറുന്നില്ല എന്ന് പറയുന്ന ഒരു രോഗം അള്ളാഹു മാറ്റിത്തരും. നമുക്ക് ശാന്തിയും സമാധാനവും അള്ളാഹു നൽകും. അതെല്ലാം കഴിവുള്ളവൻ റബ്ബുൽ ഇസ്സത്താണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പേടിച്ചുകൊണ്ട് അവനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു കവി പറഞ്ഞു, ഫൈനൽ മൗത ബാബുൻ വ കുല്ലു നാസി ദാഖിലുഹു. നമ്മളെല്ലാവരും മരണം എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അതിൽ നല്ലെങ്കിൽ അൽ മൗതു ബാബുൻ, ആ മരണം എന്ന് പറയുന്ന ആ വാതിലുണ്ടല്ലോ, കുല്ലു നാസി ദാഖിലുഹു, നമ്മുടെ വീടുകളും കടന്നു വരുന്ന ആ പ്രതിഭാസമാണ് മരണം. നമുക്ക് ഏറ്റവും വിഷമകരമായ അവസ്ഥയാണ് മരണം. അല്ലാഹുവേ അർഹമുർ റഹീമായ റബ്ബേ, നമ്മുടെ ഏറ്റവും വിഷമകരമായ ആ ഒരു സ്റ്റേജ് നമ്മുടെ മരണമാണ്. എന്തിനേറെ പറയുന്നു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത ലിസ്സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത ലിസ്സക്കറാത്ത്. ഓ അല്ലാഹുവേ, ഇന്നലിൽ മൗത, നിശ്ചയമായും മരണം എന്ന പ്രതിഭാസത്തിൽ ലിസ്സക്കറാത്തിൽ മൗത്ത്, അത് എന്താണ്? വേദനാജനകമായ അവസ്ഥയാണ്. അവിടെ നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ സമയത്ത് നമ്മൾ രക്ഷപ്പെട്ടാല് നമ്മൾ രക്ഷപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, തങ്ങളായാലും പെങ്ങളായാലും മുസ്ലിയാരായാലും മൗലവിയായാലും ആരായാലും നമ്മുടെ പ്രവർത്തനങ്ങൾ ആണ് നമ്മുടെ മരണം നന്നാക്കുന്നത്. ആ മരണാസമയം അദ്ദേഹം പള്ളി ഉസ്താദല്ലേ, പ്രായത്തായിട്ട് മരിക്കും എന്നാരും ചിന്തിക്കണ്ട. കൂലിപ്പണി ചെയ്യുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെട്ട് എത്ര പേര്, എൻ്റെ ഉമ്മമാര് ഒക്കെ എത്രയോ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയവർ എത്ര ആളുകൾ, നമ്മുടെ ഉമ്മമാര് ഇരിക്കുന്നതൊക്കെ നമ്മുടെ ഉമ്മമാര്, അങ്ങനെ എത്രയോ പേര് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് നടക്കുവോ? ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ മാറി, നമ്മുടെ വീട്ടിന്റെ അവസ്ഥ മാറി. പണ്ട് ഉമ്മമാര് ഇശാഇന്റെ മാലിന്റെ ഇടയിൽ മക്കളെ ഖുർആൻ ഓതിപ്പിക്കും, സമയമില്ല, എല്ലാവരും നോക്കുകയാണ്. എല്ലാവരും എന്താണ് എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് സമയം. നമുക്ക് 10 മിനിറ്റ് അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരിക്കാൻ നമുക്ക് ഈമാൻ ഇല്ലെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ കുഴപ്പമാണ്. മുഅ്മിനായ മനുഷ്യൻ എന്താണ്? വെള്ളത്തിലിട്ട മത്സ്യത്തെ പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. മത്സ്യത്തിൽ കിടക്കുന്ന മീൻ അത് സന്തോഷമായി കിടക്കുന്നു. നേരെ മറിച്ച് പള്ളിയിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടിലടക്കപ്പെട്ട കിളി എങ്ങനെയാണോ ആ ഒരു അവസ്ഥയായിരിക്കും പള്ളിയിലേക്ക് കയറി വരുന്നവരുടെ അവസ്ഥ. പെട്ടെന്ന് വീട്ടിൽ പോകണം. ഇവിടെ അവർക്ക് ഒന്നും മതമല്ല, ഇവിടെ അങ്ങനെ ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആ മരണ സമയത്താണ് നമ്മുടെ വിജയ പരാജയങ്ങൾ അല്ലാഹു എഴുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിക്കുന്ന സമയം അല്ലാഹു പരിശുദ്ധമായ ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ മരണപ്പെട്ട വാപ്പയുടെ വാപ്പയ്ക്കും കുടുംബക്കാർക്കും വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ഒരു സഹോദരി 500 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സഹോദരൻ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുടുംബത്തിലെ കടങ്ങൾ തീരാനും മരണപ്പെട്ടവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാനും മകന്റെ ജോലിയിൽ ബർക്കത്ത് കിട്ടാനും ദുആ ചെയ്യുന്ന സഹോദരൻ 500 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
മരണപ്പെട്ട ഷാജിക്കാർക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതെല്ലാം അല്ലാഹു അതിനെല്ലാം മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളുടെ ഖബറുകൾ അല്ലാഹു വിശാലോ പ്രകാശമുള്ള ഖബറായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീം റബ്ബേ, മലിക്കുൽ മുലൂക്കായ അല്ലാഹു സയ്യിദായ തമ്പുരാനെ, പടച്ചവനെ ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും അല്ലാഹുവേ ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് അല്ലാഹ്. പടച്ചവനെ രോഗം കൊണ്ട് വലയുന്നവർ ഈ സ്റ്റേജിലുണ്ട് അല്ലാഹു, ഈ പള്ളിയിലുണ്ട് റബ്ബേ. പടച്ചവനെ ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ആളുകൾ കടം കൊണ്ട് വലയുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, രോഗം കൊണ്ട് വലയുന്നവർ അല്ലാഹുവേ, ദാമ്പത്യ ജീവിതം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മക്കളെ കൊണ്ട് വിഷമിക്കുന്നവർ, പടച്ചവനെ പല കാരണങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സ്വാലിഹീകളും സ്വാലിഹാത്തുകളും ആക്കി തരണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ മരിക്കേണ്ടവരാണ് റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ചു പോകേണ്ടവരാണ് അല്ലാഹ്. ഈ ദുനിയാവിൽ ആരും ശാശ്വതമല്ല അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഹൃദയം നീ ശുദ്ധമാക്കി തരണേ അല്ലാഹ്. ഇന്ന് ആലിമീങ്ങളുടെ ഇടയിലും വരെ അല്ലാഹു അസൂയയും കുശുമ്പുമാണ് റബ്ബേ, കിബ്റാൻ അല്ലാഹ്. പടച്ചവനെ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഹൃദയം റബ്ബേ നീ വിശാലമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഒരാളോടും ഒരു അസൂയയും ഒരു കിബറും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അസൂയ നൽകല്ലേ അല്ലാഹ്. വിദ്വേഷം കൊണ്ട് നടക്കുന്ന ഹൃദയങ്ങളാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ലയ്യനായ ഹൃദയമാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിഷ്പ്രയാസം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ മരിക്കുന്ന മുഅ്മിനീകളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ ശബ്ദം കേട്ട് ആമീൻ പറയുന്ന ഉമ്മമാർ, സഹോദരിമാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളെ മക്കളാണ് അല്ലാഹ്, നന്നാക്കി തരണേ റബ്ബേ. ഇൽമുള്ള മക്കളാക്കണേ അല്ലാഹ്, അമലുള്ള മക്കളാക്കണം അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ട് കബറിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ ഓതുന്നവരാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഓർക്കുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ വീടുകളിൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ മാറ്റി തരണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ദുരന്തങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. സൈലന്റ് അറ്റാക്ക് പോലുള്ള എല്ലാ മരണങ്ങളെ തൊട്ടും റബ്ബേ ഈ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. പ്രായമായ പിതാക്കന്മാരുണ്ട് റബ്ബേ, പെസർ കുറച്ചും കൂട്ടിയും റബ്ബേ, ഷുഗർ കുറച്ചും കൂട്ടിയും റബ്ബേ, നീ അവരെയും ഞങ്ങളെയും നീ തളർത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരങ്ങൾ തളർന്നു പോകുന്ന രൂപത്തിൽ ഞങ്ങളെ കിടത്തല്ലേ അല്ലാഹ്. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു രോഗവും നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് പെയ്യുന്ന ഈ സമയത്ത് ദുആ നീ സ്വീകരിക്കുമെന്നാണല്ലോ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നീ ഞങ്ങളെ സന്തോഷത്തിലും റാഹത്തിലുമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിബറകത്ത് ഹബീബ് മുസ്തഫ.